ക്ലാസ് വരെ ഇവിടെ ഞാൻ പഠിച്ചിട്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. ഷീസ് സോ ക്യൂട്ട്. മോഹൻലാൽ ഏട്ടൻ എന്ന് പറയുന്നത്. ഇപ്പം മോഹൻലാൽ സാറിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, തുടരും കണ്ടിരുന്നോ സർ? കണ്ടിട്ടില്ലേ ഇതുവരെ? സർ കാണണം സർ. നിങ്ങൾ എല്ലാവരും തുടരും കണ്ടോ? ഞാൻ കണ്ടില്ല. കണ്ടോ? റോബിൻ സർ എല്ലാവരും കണ്ടോ? സർ ടുഡേ ഇറ്റ്സെൽഫ് we should go and watch Shobana ma'am and Lal sir combination coming to screen after so many years. So ഉണ്ട്. ആ കണ്ടിരുന്നോ? എന്ത് തോന്നി കണ്ടിട്ട്? നല്ലൊരു പഴയ സ്റ്റൈൽ മോഹൻലാലേട്ടന്റെ ആ ആ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. ഷീസ് സോ ക്യൂട്ട്. മോഹൻലാൽ ഏട്ടൻ എന്ന് പറയുന്നത്. അവിടുത്തെ കൾച്ചർ എല്ലാവരുടെയും പേര് വെച്ചാ വിളിക്കുന്നത്. ഓഹോ. ഓണറിഫിക്സ് പണിസ്ഥലത്താണെങ്കിലും സ്കൂളിലാണെങ്കിലും ടീച്ചറിനെ വരെ ആൾക്കാര് പേരില്ല വിളിക്കുന്നേ. കറക്റ്റ് ആണ്. ചേട്ടനാണോ ചേച്ചിയാണോ എങ്ങനെയുണ്ട് ലൈക്ക് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ്? അമേരിക്കയിലാണ്, അമേരിക്കൻ സിറ്റിസൺ ആണോ? ബോൺ ആൻഡ് ബോട്ടപ്പ് അവിടെയാണ്, മലയാളി ആണെങ്കിലും ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ മലയാളം അങ്ങനെ ആക്സെന്റ് അല്ലാതെ പറയാൻ പറ്റുന്നത്. ഓക്കെ, അവിടെയാണ് വളർന്നത്. അതുകൊണ്ട് അവിടുത്തെ കൾച്ചറാണ് ഞാൻ മോർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു ഡിഫറൻസ് ഇൻ കൾച്ചർ വൈസ്? Culture-wise, social media, first thing. Social എന്താണ് നമ്മൾ they don't have this speed, they don't No, it's the opposite. Everything is like automatically on social media. Everyone's connected like that. I feel like English ഇവിടെ ഒരു 3ാം ക്ലാസ് വരെ ഇവിടെ ഞാൻ പഠിച്ചിട്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കൾച്ചറിനെ പറ്റിയും അതിനെ പറ്റിയും. പക്ഷെ അവിടെ കുറെ നാൾ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ ഒരു കൾച്ചർ ഷോക്ക് വരുന്നത്. ഇവിടുത്തെ അവസരം ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ചെറിയൊരു റിവറിന്റെ അടുത്തുള്ള ഒരു ടൗണിൽ നിന്നാണ്. ഞാൻ വരുമ്പോ ഒരു വെക്കേഷൻ ഇങ്ങനെ നല്ലൊരു കാം ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു വെക്കേഷൻ പോലെയാണ്. സോ ആ കൾച്ചർ ഡിഫറൻസ് പറയുമ്പോ എല്ലായിടത്തും ഇങ്ങനെ വൈഫൈ, ഒരു കടയിൽ പോകുമ്പോ ഒരു വൈഫൈ കണക്ടിവിറ്റി അങ്ങനത്തെ ഒന്നുമില്ല. നാച്ചുറലിൽ പോയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുക. സോ അതാണ് കൾച്ചർ ഷോക്ക് ആയിട്ട് വരുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടർ റൂം എല്ലാവരും 24/7 ഫോണല്ലേ ഇരിക്കുന്നത്. ചെറുപ്പക്കാരാണെങ്കിൽ പോലും എല്ലാവരും ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഫുട്ബോൾ കളിയും അതും ഇതുമെല്ലാം. അതാണ് എനിക്ക് ഏറ്റവും വലിയ കൾച്ചർ ഷോക്ക് എന്ന് പറയുന്നത് ഇവിടെ. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ നമ്മളെല്ലാരും ഫോണിലാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഇവിടെ എല്ലാരും ഇപ്പൊ ഫോണില്ല. അപ്പം ആ ഒരു ചേഞ്ച് ആണ് ഏറ്റവും കൂടുതൽ തോന്നിയില്ല, ലൈക് സോഷ്യൽ മീഡിയ വൈസ്. സോഷ്യൽ മീഡിയ വൈസും പിന്നെ ഈ ഡെലിവറി ആപ്സും അങ്ങനത്തെ അത് ടെക്നോളജി വൈസ് ആണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും. ബിക്കോസ് കൾച്ചർ വൈസ് എനിക്കൊരു കുഴപ്പമില്ല, ഈ ഭക്ഷണവും അതൊന്നും കുഴപ്പമില്ല, ഇഷ്ടമാണ്. ഇവിടുത്തെ ക്വിസിനൊക്കെ ഇഷ്ടമാണ്. അത് ഇവിടുന്ന് പോയത് കൊണ്ട് ആ നോർമൽ സ്റ്റെറിയോടിപ്പിക്കൽ ആയിട്ടുള്ള കൾച്ചർ ഷോക്ക് ഇല്ല. ടെക്നോളജിയുടെ ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ എന്ത് വേണേലും ഡെലിവറി ആക്കാം അന്നേരം തന്നെ, എവിടെയാണെങ്കിലും. You know, it's so easy and fast. ഒരു സെക്കൻഡിനകം വന്നിട്ട് മേടിക്കുക. ഓഹോ, ഓക്കെ ഓക്കെ. I've never been to America, so I don't know. Okay. അതാണ് ഏറ്റവും മേജർ ആയിട്ട് ഇവിടെ തോന്നിയ ഡിഫറൻസ്. ഓക്കെ.